നമസ്കാരം. ഇന്ന് ലോക ഹൃദയ ദിനം. അങ്ങനെ ലോക ഹൃദയ ദിനം എന്ന് പറയുന്ന ദിവസങ്ങൾ എല്ലാ വർഷവും ഇന്ന് തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്നു. ഹൃദയത്തെക്കുറിച്ച് ചർച്ചകളും സെമിനാറുകളും ഒക്കെ ഇങ്ങനെ ഭംഗിയായി നടക്കുന്നു. പക്ഷേ നമ്മളെന്ത് പഠിച്ചു എന്നുള്ളതാണ്, നമ്മളൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പുതിയ കാർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സർവീസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ജനിച്ച കുട്ടി എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ യഥാസമയം അതിൻ്റെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ വലുതാവും. വലുതായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കണം? പിന്നീട് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒന്നില്ലേ നമ്മൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു, അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ വീഴുന്നു, നമ്മൾ ഇന്ന അസുഖക്കാരനാണെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ കാർ അതേപോലെയാണ്. കാർ നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്യുന്നു. നമ്മൾ പെട്രോൾ ടാങ്കിലാണ് പെട്രോൾ സ്റ്റോർ ചെയ്യണത്. പക്ഷേ കാറ് എത്രത്തോളമാണ് അത് ഉപയോഗിക്കുന്നത്? കാരണം സ്റ്റോർ ചെയ്താലേ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ സ്റ്റോറിനനുസരിച്ച് നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ചുള്ള മൈന്യൂട്ടായിട്ടുള്ള പെട്രോളാണ് ആ എൻജിൻ കുടിക്കുന്നതും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതുപോലെ തന്നെയാണ് കുറച്ച് ആഹാരം നമ്മൾ കഴിക്കുന്നു, അരഭാഗം കഴിക്കുന്നു. അതുപോലെ തന്നെ എൻജിൻ ഓയിൽ അതിൻ്റേതായ കറക്റ്റ് അളവുണ്ട്. ആ അളവിൽ എൻജിൻ ഓയിൽ ഉപയോഗിക്കുന്നു, നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നു. അതിന് എയർ സംവിധാനം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിക്ക് ബുദ്ധിമുട്ട് വരും, നമ്മളും എയർ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാൽഭാഗം വെള്ളം അങ്ങനെ ബാക്കി വായുവിന് വേണ്ടി നമ്മൾ വിടുന്നു. ഇത് തന്നെയാണ് എല്ലാ സംവിധാനങ്ങളും. പക്ഷെ നമ്മൾ ആഹാരം കാര്യമായി ശ്രദ്ധിക്കാറില്ല. വെട്ടിവിഴുങ്ങുന്ന ആളുകളാണ് ഏറിയ പങ്കും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പരമാവധി ഭക്ഷണം വളരെ കുറച്ച് കഴിക്കുക. എത്രയോ കുറച്ച് കഴിക്കുന്നു അത്രയും നല്ലത്. ആരോഗ്യപരമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുക. അത് ചിലപ്പോൾ 3 നേരം കഴിക്കാം, ചിലപ്പോൾ 4 നേരം കഴിക്കാം, വിശപ്പിനനുസരിച്ച്. എന്നാലും വയറ് നിറയ്ക്കാതെ കഴിക്കുക. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആരോഗ്യമാണ്. നമ്മളിതെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു കിടപ്പിലായി ഇതെല്ലാം മേലോട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് വല്ല കാര്യം ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടാക്കുന്നിടയിൽ നമ്മൾ ശരീരം ശ്രദ്ധിക്കാണ്ട് നമ്മൾ മരണപ്പെട്ടു പോയിട്ടും കാര്യമുണ്ടാകും. എല്ലാം നമ്മൾ ദൈവവിധിയാണെന്ന് നമ്മളങ്ങനെ വിട്ടുകളയലാണ്. പക്ഷേ ദൈവം നമുക്കൊരു ആയുസ്സും ആരോഗ്യമൊക്കെ തന്നിട്ടുണ്ട്. അത് വളരെ സന്തോഷപൂർവ്വം ക്ഷമയോടുകൂടിയും ഒക്കെ നന്നായിട്ട് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് നമ്മളാൽ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ വന്നു. നമ്മളെക്കൊണ്ട് 4 കാര്യങ്ങളാണ് ജീവിതത്തിൽ പഠിപ്പിച്ചേക്കണം ജനിച്ചു കഴിഞ്ഞാൽ. അതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്. ആ രീതി അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അതായത് കുടുംബം, കൂട്ടുകുടുംബം, സമുദായം, സമൂഹം, ഈ 4 ഘടനകളാണ് നമുക്ക് തന്നേക്കണം. ആ 4 ഘടനകളെയും നമ്മൾ നന്നായി പരിപാലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരു ടെൻഷനോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. വളരെ ഭംഗിയായി ജീവിക്കുക. ഒരു ഈശ്വരവിശ്വാസം ഉണ്ടാകണമെന്ന് മാത്രം. ഒരു വിശ്വാസിയായിരിക്കണം. ഏത് മതക്കാരനാണെന്നുള്ളതല്ല, അവനൊരു വിശ്വാസിയായിരിക്കണം. ആ വിശ്വാസത്തിലാകുമ്പോൾ കുറച്ചുകൂടെ അടിയുറച്ച് കുറേ ഭംഗിയായി മുന്നോട്ട് പോകാം. അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹൃദയാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന സെമിനാറുകളിലും മറ്റും പങ്കെടുക്കാൻ കഴിയില്ലെങ്കിലും നമ്മളതിനെക്കുറിച്ചൊരു മനസ്സിൽ ചെറിയൊരു ചിന്തകൾ വെക്കുക. ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുക.